കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് അവഞ്ചേഴ്സ് എൻഡ് ഗെയിം നമ്മളിലേക്ക് എത്താൻ ദിവസങ്ങൾ മാത്രം. ഒരുപാട് പേരുടെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഈ മൂവി ഉത്തരം നൽകുമെന്ന് പ്രതീക്ഷിക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇർഷാദ്. വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക്സ് ഗൈഡ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഒരു ചെറിയ അപ്ഡേറ്റ് ആണ്. വേറൊന്നുമല്ല, നമ്മുടെ അയൺ മാൻ അഭിനയിക്കുന്ന റോബർട്ട് ഡോണി ജൂനിയർ എൻഡ് ഗെയിമിൻ്റെ ക്ലൈമാക്സിനെ കുറിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. ആക്ച്വലി ഇതൊരു സ്പോയിലർ വീഡിയോ ഒന്നുമല്ല. നിങ്ങൾ ഈ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള അപ്ഡേറ്റ്സ് ലഭിക്കാനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. മൂവിയുടെ പ്രമോഷന് വേണ്ടി പോകുന്ന ഒരു ഇൻ്റർവ്യൂവിൽ വെച്ചാണ് റോബർട്ട് ഡോണി ജൂനിയർ എൻഡ് ഗെയിമിൻ്റെ ക്ലൈമാക്സിനെ കുറിച്ച് പറഞ്ഞത്. ആക്ച്വലി ഇത് ലീക്ക്ഡ് ഫുട്ടേജ് കാണാത്ത മാർവൽ സപ്പോർട്ടേഴ്സിന് വേണ്ടിയിട്ടാണ് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. മൂവിയുടെ ക്ലൈമാക്സിലെ ലാസ്റ്റ് 8 മിനിറ്റിനെ കുറിച്ചാണ് ഇദ്ദേഹം പറഞ്ഞത്. എൻഡ് ഗെയിമിലെ ലാസ്റ്റ് 8 മിനിറ്റ് ആയിരിക്കും MCUയുടെ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്ലൈമാക്സ്. അതിൽ എല്ലാവരും ഇൻവോൾവ്ഡ് ആണെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു. ലീക്ക്ഡ് ഫുട്ടേജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു പക്ക സ്പോയിലർ തന്നെയാണ്. അദ്ദേഹം ആ പറഞ്ഞതിൻ്റെ മീനിങ് എന്താണെന്ന് ലീക്ക്ഡ് ഫുട്ടേജ് കണ്ടിട്ടുള്ളവർക്ക് ഉറപ്പായിട്ടും മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വിലയിരുത്തി നോക്കാം. ഇത് ചെറിയൊരു സ്പോയിലർ ആവാൻ ചാൻസ് ഉണ്ട്. അവോയ്ഡ് ചെയ്യണമെന്നുള്ളവർക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രേക്ഷകരെ വളരെയേറെ ആകാംക്ഷയിൽ എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം എല്ലാവരും ഇൻവോൾവ്ഡ് ആണെന്നുകൂടി കൂട്ടിച്ചേർത്തിരുന്നു. ഒരുപക്ഷെ അത് ആ മൂവിയുടെ ക്ലൈമാക്സ് ആയതിനാൽ വൈപ്പായി പോയവരെല്ലാവരും തിരിച്ചു വന്നതിന് ശേഷമായിരിക്കാം ആ ക്ലൈമാക്സ് നടക്കുന്നത്. അതുകൊണ്ടാവാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. വൈപ്പായി പോയവരെല്ലാവരും തിരിച്ചു വന്ന് അവഞ്ചേഴ്സ് റീഅസംബിൾ ചെയ്തിട്ടായിരിക്കാം എൻഡ് ഗെയിമിൻ്റെ ക്ലൈമാക്സിലെ അവസാന 8 മിനിറ്റിൽ താനോസിനെതിരെ പോരാടുന്നത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും എൻറ്റയർ MCUവിലെ ബിഗ്ഗസ്റ്റ് ആൻഡ് ബെസ്റ്റ് ക്ലൈമാക്സ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൻ്റെ എൻഡിങ് പോർഷനെ കുറിച്ച് നിലവിൽ ഒരുപാട് തിയറികൾ വന്നിട്ടുണ്ട്. എന്നാൽ റൂസോ ബ്രദേഴ്സ് പറഞ്ഞിരിക്കുന്നത് ആർക്കും എൻഡ് ഗെയിമിൻ്റെ എൻഡിങ് പോർഷനെ കുറിച്ച് കൃത്യമായി ഗസ് ചെയ്യാൻ പോലും പറ്റില്ല എന്നാണ്. ആളുകൾക്ക് സർപ്രൈസ് കൊടുക്കുക എന്നാണ് അവരുടെ ജോലിയെന്നും അവരത് നല്ലപോലെ ചെയ്യുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തിരുന്നു. ഫ്രണ്ട്സ്, ഈ മൂവി ഫുൾ സർപ്രൈസ് ആണെന്നും ഒരുപാട് സസ്പെൻസ് ഉണ്ടെന്നും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. എൻറ്റയർ MCU അവരുടെ പ്രേക്ഷകർക്ക് വേണ്ടി വലിയ എന്തോ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും മൂവി കാണുക. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. See you next time with another video guys. This is Irsha signing off from Comics Gate.